വിഷമങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിനും കാരണമായിട്ട് ഗുരു നമ്മുടെ മനസ്സ് കാണിച്ചു തരികയാണ്. കാരണം മനസ്സിന് ഇത് ഗുരുവിനെ കാണിച്ചു തരണം. കാര്യം ഗുരുവിനെ എതിരാക്കണം മനസ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് വരെയുള്ള മനുഷ്യരാശിയിലെ ചരിത്രം ശ്രദ്ധിച്ച ഒരു ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരമ്പരയിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് ഇന്ന് വരെ ഒരു ഗുരു പരമ്പരയിൽ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഗുരുനിന്ദ. അപ്പോൾ ഗുരുനിന്ദ ചെയ്തുകൊണ്ട് കുടുംബാംഗം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാതെ ഈ അഹന്തയും ഈ ധിക്കാരവും എല്ലാം അടിയറവ് വെച്ച് വേദനിച്ച് നൊന്ത് പ്രാർത്ഥിച്ച് വേണം ഈ ആശയം എടുക്കാൻ. വ്യക്തമായി പറയുന്ന കാര്യമാണല്ലോ ഈ പരമ്പരയിൽ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാകുമെന്നുള്ളത്. അപ്പം അതാണല്ലോ യഥാർത്ഥ ബൈലോ. കാരണം എന്ന് വെച്ചാൽ ആശ്രമ ഉദ്ദേശത്തിൽ ഗുരു വ്യക്തമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്, കാര്യം ഗുരു ഉണ്ടാകും. അപ്പം ഞാൻ പറയുന്നു, ശിഷ്യഭൂത എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇല്ലല്ലോ. അന്നത്തെ പഴയ അമൃതാജ്ഞാന തപസ്വിനി എന്ന് പറയുന്ന സന്യാസി ഇല്ലല്ലോ. അത് മരിച്ചിട്ടാണല്ലോ പുതിയ ഒരു ജന്മം ഉണ്ടാകുന്നത്. ശ്രീയുടെ അമ്മയുടെ സഹോദരൻ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഗുരുവിനെ പർണശാലയിൽ വെച്ച് അടിച്ചു എന്ന് ഈ ചന്ദ്രബാബു കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പറയുന്നുണ്ടായിരുന്നു. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ശ്രീ, നമ്മൾ കുറച്ചു നാളായിട്ട് മറ്റൊരു ചാനലിൽ ഒരാള് ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ആരോപണങ്ങളും കുറെ വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനുള്ള മറുപടികളാണ് നമ്മളിപ്പോൾ കുറച്ചു നാളായിട്ട് വീഡിയോസിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടേതായ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് വീഡിയോസ് ഇടാമെന്ന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു പഴയ ഒരു വിശ്വാസി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോ നമ്മളിട്ട് ഈ വീഡിയോസ് കാരണം അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ മാറിയെന്നാ പറഞ്ഞത്. കാരണം പല പല കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സംശയങ്ങളെല്ലാം മാറി നല്ലൊരു ക്ലാരിറ്റി വന്നു. അപ്പോൾ അതേ എടുത്തു പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അത് നമ്മളിപ്പം ഇവിടുത്തെ വിശ്വാസികൾക്ക് മാത്രമല്ല പുറത്തുള്ള ആളുകൾക്ക് പോലും അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അത്രയും ക്ലിയർ ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് തുറന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ശ്രീജിത്ത് സംസാരിക്കുന്നത്. അത് വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് തുടരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് മാറുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. അതിനൊരു ഫലമുണ്ട്. പിന്നെ ഇപ്പൊ ശ്രീ ഇപ്പൊ അവര് പറയുന്നത് ഒരു നിസ്സാര കാര്യം അല്ലെങ്കിൽ നമ്മൾ അങ്ങ് അവഗണിക്കേണ്ട ഒരു കാര്യമാണെങ്കിലും ശ്രീ അത് വിശദീകരിച്ച് വരുമ്പോൾ അതിലൊരുപാട് ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളും അത് സംസാരിക്കുന്നത് കൊണ്ട് അത് വളരെ ഉപയോഗമാണെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ ലേറ്റസ്റ്റ് വീഡിയോയിൽ ശ്രീ എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രീ എന്തെങ്കിലും പഴയ കാര്യം തന്നെയാണോ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വല്ല പുതിയ കാര്യം ഉണ്ടോ? നമുക്ക് മറുപടി പറയാൻ എങ്കിൽ ശ്രീ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. സദ്ഗുരു ശരണം. ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ഇത്രമാത്രം സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഇത് ഗുരുവിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രമാത്രമാണ് ഈ ഗുരു കഷ്ടപ്പെട്ട് ത്യാഗപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുന്നത് പരസ്യമായിട്ട്. അതിൻ്റെ കാരണം എന്തോ ആവട്ടെ, പക്ഷേ എന്ത് കാരണമോ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തോ ആകട്ടെ, എന്ത് കാരണമായാലും ഈ പ്രസ്ഥാനത്തെ ഇത്രമാത്രം അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത, അപ്പോൾ അത് ഗുരുവിനോട് തന്നെ എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെ. ഇപ്പം എന്തിന് മറ്റ് കുടുംബാംഗങ്ങളെക്കുറിച്ച് പോലും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ മറ്റു കുടുംബാംഗങ്ങളെ പോലും അദ്ദേഹം അധിക്ഷേപിക്കുന്നു. കുടുംബാംഗങ്ങളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു, അതിനുശേഷം അധിക്ഷേപിക്കുന്നു. അപ്പോൾ മറ്റ് സന്യാസിമാരെയും മറ്റെല്ലാ വ്യക്തികളെയും അധിക്ഷേപിക്കുന്നു. അപ്പോൾ എന്നെ മാത്രമല്ല, അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ അധിക്ഷേപിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഇദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രം ഇത്രമാത്രം എല്ലാവരെയും അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനിങ്ങനെ ഒരു മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ മാന്യനായ ഒരു വ്യക്തി, ഇപ്പോൾ സമൂഹത്തിൽ നിലയും വിലയും മാന്യതയൊക്കെ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ ഇങ്ങനെ ചാനൽ തുറന്നു വെച്ച് ഇങ്ങനെ അധിക്ഷേപിക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സെൽഫ് റെസ്പെക്റ്റ്, ഒരു മാന്യത കുറവിൻ്റെ കാര്യവും അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് സ്വയം നേരിട്ടിട്ടുള്ള എന്തോ മാനഹാനി, അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നോണമാണ് ഒരുപക്ഷെ എല്ലാവരെയും ഇങ്ങനെ അധിക്ഷേപിക്കുക, അപമാനിക്കുക, പരിഹസിക്കുക. സ്വയം അപമാനിതനാകേണ്ടി വന്നത് തൻ്റെ കർമ്മഗതിയാണെന്ന് പോലും അദ്ദേഹം സമ്മതിക്കില്ല. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ കർമ്മഗതിയല്ല, അതെല്ലാം മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ ബാലിശമായിട്ട് എല്ലാ കാര്യങ്ങളെയും ബാലിശമായിട്ടാണ് പുള്ളി ന്യായീകരിക്കുന്നത്.
ഇപ്പൊ ഇവിടെ ഞാനിപ്പോൾ ആരെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല, കാര്യം ഇതെല്ലാം ഒന്ന് വിശദീകരിക്കുകയാണ്. കാരണം മനഃശാസ്ത്രപരമായിട്ട് ഇതെന്താണ് ഇതിന്റെ കാരണമെന്ന് നമ്മൾ വിശദീകരിക്കാൻ നിർബന്ധിതനാവുകയാണ്. എൻ്റെ മറ്റുള്ള വീഡിയോകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഞാനെല്ലാം ആധ്യാത്മികപരമായിട്ടുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ചില വീഡിയോകൾ ശിഷ്യപൂജയൊക്കെ വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ചില വ്യക്തികൾക്കെതിരെ മാത്രമാണ് ഞാൻ പരുഷമായി പഴയ കാലത്തെല്ലാം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് സംസാരിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ എന്നെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തിൽ അതിനൊരു വിശദീകരണമായിട്ട് സംസാരിച്ച് വന്ന ചില കാര്യങ്ങൾ അധിക്ഷേപമായി തീരുകയാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ പരസ്പരം അധിക്ഷേപിക്കാൻ വേണ്ടി അല്ല ഈ ചാനൽ തുടങ്ങിയതും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതും. പക്ഷേ ചില കാര്യങ്ങൾ വിശദീകരിക്കാതെ തരമില്ല. കാര്യം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പൊക്കി വിടുമ്പോൾ നമുക്കതിനൊരു വിശദീകരണം കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന ആധ്യാത്മികമായ വിഷയങ്ങളെ അല്ലെങ്കിൽ മൂല്യങ്ങളെ, കാര്യങ്ങളെ അതിന് മറുപടി പറയുന്നതിന് പകരം ഇപ്പം എന്നെ വ്യക്തിഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായ ഇഷ്യൂസ് എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച എന്തെങ്കിലും കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ. അപ്പോൾ ഒരു വ്യക്തി ഇപ്പം ഞാനോ ആരോ ആവട്ടെ, ഏത് വ്യക്തിയായാലും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ചില കാര്യങ്ങൾ, അതിന് ലോജിക്കുണ്ടോ, അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ അയാൾ തെറ്റുകാരനാവാം, അയാൾ വളരെ വൃത്തികെട്ട ഒരു പാസ്റ്റ് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകിയായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്തോ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ബലഹീനതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറവുകളോ, മനുഷ്യരായി ജനിച്ചുപോയ തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അപ്പോൾ എന്ത് കുറവുകളായാലും സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ലോജിക്ക്, അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യം എന്താണ്, അയാൾ പറയുന്നതിലും വല്ല കാര്യമുണ്ടോ, ഇതല്ലേ നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ പരസ്പരം അങ്ങനെ നമ്മൾ പരസ്പരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സംസാരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ നമ്മളെ അധിക്ഷേപിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നമ്മളെ അധിക്ഷേപിക്കുക, വ്യക്തിപരമായി മോശക്കാരനാക്കുക, ഇങ്ങനെ ഇതൊരു വളരെ ബാലിശമായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിനെ അങ്ങനെ ചെയ്യിക്കാനായിട്ട് മറ്റുള്ള ഇപ്പം അകത്തും പുറത്തും ഒക്കെ ഇതിന് ആൾക്കാരുണ്ട്. അപ്പം ഇതെല്ലാം എനിക്കറിയാം. അപ്പം അതവർ ചെയ്തോട്ടെ. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അവനെ പറഞ്ഞാൽ അവന് പ്രശ്നം, അവന് കുറ്റം. ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോളൂ. ഇപ്പം ഇതേപോലെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ ആര് മുഖവിലേക്ക് എടുക്കാനാണ്? ഇതേപോലത്തെ ഈ പരസ്യമായിട്ട് മറ്റുള്ളവരെ ഇങ്ങനെയിട്ട് കുറ്റപ്പെടുത്തുന്ന, നാറ്റക്കേസ് പറയുന്ന ഒരു മഞ്ഞപ്പത്രം പോലെ ഒരു ചാനലിൽ കുറേ വിവരമില്ലാത്ത ആൾക്കാർ ചേർന്നിരുന്ന്, എന്ന് വെച്ചാൽ ഇത് വിവരമില്ല എന്ന് പറയേണ്ടി വരുന്ന കാര്യം, വിവരമില്ലാത്തവരല്ലേ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം നിരന്തരം മറ്റു മനുഷ്യരെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ചാനലിൽ എന്തെങ്കിലും പറഞ്ഞ് നമുക്കെന്ത് സംഭവിക്കാനാണ്? അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എല്ലാം പറഞ്ഞോളൂ. അതിനൊന്നും ഇവിടെ ഞാൻ ഒരു പരാതി ഉന്നയിക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഗൈഡ് ലൈൻസിൽ നിന്നുകൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ആ ചാനലിനെതിരെ നടപടിയെടുക്കാൻ പറ്റും. കാര്യം നമ്മളെന്തിനാ അതിനെ കണ്ണടയ്ക്കുന്നത്? ഒരു വ്യക്തിഹത്യയൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഗൈഡ് ലൈൻസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. അപ്പം ആ രീതിയിലെങ്കിലും കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് കാര്യം ചില വ്യക്തികൾക്ക് ഒന്നിനും കൺട്രോളില്ല. എന്താണ് സമൂഹത്തിൽ പറയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടതെന്ന് പോലും ഉള്ള ബാലപാഠങ്ങൾ പോലും ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ആധ്യാത്മിക വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ വ്യക്തിഹത്യ നടത്തുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറയുക, മറ്റ് കുടുംബകാര്യങ്ങളും ഒന്ന് പറയുക. അപ്പം ഇത് ഈ രീതിയിൽ മനുഷ്യരുടെ വാ അടപ്പിക്കാമെന്നാണ് ചിലർ. അത് അകത്തുള്ളവരുമുണ്ട്, ഇദ്ദേഹമുണ്ട്, അതിന് പിന്നിൽ പല ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അങ്ങ് വാ അടപ്പിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിത് ശക്തി കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് നിങ്ങളിങ്ങനെ ഓരോന്നും പറയുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു ഊർജ്ജം. കാരണം ഞാൻ നോർമലായിട്ട് ഒന്നും വേണ്ട, എല്ലാം ശാന്തി സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ അങ്ങ് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഊർജ്ജം കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളെ വാ അടപ്പിക്കാമെന്ന് ആരും കരുതണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളുടെ വാലിഡിറ്റി എന്താണ് എന്ന് ചോദിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ദർശന സ്വഭാവത്തിലോ അല്ലെങ്കിൽ അതീന്ദ്രിയമായ എന്തെങ്കിലും പറയുന്നോ? അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഗുരുവായിട്ട് എനിക്ക് മനസ്സിലാക്കിച്ചു തരുന്നു എന്ന് പറയാനുള്ളൊരു കാരണം, അത് ഞാൻ എന്തെങ്കിലും ദർശന സ്വഭാവത്തിനോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മറ്റ് അതീന്ദ്രിയമായ ഒരു അനുഭവത്തിൻ്റെ വശത്തിലല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ഇത് വ്യക്തമായിട്ട് കേൾക്കണം. കാരണം നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം? ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ ഇങ്ങനെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളായിട്ട് 3 സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ലോജിക്കാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലാണോ,
എന്ന് നോക്കിയിട്ട് അതിൽ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. അല്ലാതെ അതീന്ദ്രിയമായോ അത്ഭുതകരമായിട്ടോ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ മനുഷ്യൻ എന്താണ്? ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തി ചുമ്മാ ജനിച്ചു ഒരു മനസ്സുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുകയല്ല. മനുഷ്യൻ എന്താണ്? മനുഷ്യനെന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, നമുക്കൊരു ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇങ്ങനെ 3 സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഇങ്ങനെ ദിവസവും മാറി മാറി വരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിതം എന്താണെന്ന് ഒരാൾ അന്വേഷിക്കുകയാണ്, ഒരു ശാസ്ത്രീയമായ ഒരാൾ അന്വേഷിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഒത്തിരി സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. അപ്പോൾ തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ച് ജാഗ്രത അവസ്ഥയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ജാഗ്രത അവസ്ഥ മാത്രമാണ് സത്യം. ഈ ജാഗ്രത അവസ്ഥയിൽ സുഖിക്കാനുള്ള ജീവിതത്തിന് ഇന്ദ്രിയ സുഖങ്ങളും ആസ്വാദനങ്ങളും എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ എന്താണ് ഈ ജാഗ്രത അവസ്ഥയ്ക്ക് പരിപോഷിപ്പിക്കാവുന്നതെന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ ഒരു ജീവിത ലക്ഷ്യം. പക്ഷേ ഈ പൊതുജനത്തിൻ്റെ ഈ ജീവിത ലക്ഷ്യത്തിൽ ഒരു കുഴപ്പമുണ്ടെന്ന് ഗുരുക്കന്മാർ കണ്ടുപിടിച്ചു. കാര്യം ഈ ജാഗ്രത അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നും ആ കാരണത്തെ എല്ലാം ബാലൻസ് ചെയ്ത് ഹാർമോണൈസ് ആയിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ജീവൻ, ഒരു മനസ്സ്, ജീവൻ, ശരീരം എന്നിങ്ങനെ 3 തലത്തിൽ ബോധതലം ഉണ്ടെന്നും ഇതിന് 3നെ ബാലൻസ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് ശരീര മനസ്സുകളെ എല്ലാം ബാലൻസ് ചെയ്ത് അസുഖങ്ങളും ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരുപാട് ഇഷ്യൂസ്, പല വിധത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് ഗുരുക്കന്മാർ മനസ്സിലാക്കി. അപ്പം ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വിലയിരുത്തിക്കൊണ്ട്, ഇന്ദ്രിയം കൊണ്ട്, ബ്രെയിനും കൊണ്ട്, മനസ്സും കൊണ്ട് അനുഭവിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വിലയിരുത്തിക്കൊണ്ട് പോയാൽ പറ്റൂല. അവൻ്റെ ആ ജാഗ്രത അവസ്ഥയ്ക്ക് കാരണം എന്ത്? അത് സ്വപ്ന മനസ്സെന്നും ആ സ്വപ്നത്തിന് കാരണം സുഷുപ്തിയിലും ആ സുഷുപ്തിക്ക് കാരണം എവിടെ എന്നിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഗുരുക്കന്മാർ ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം ലോക ഗുരുക്കന്മാർ നമ്മുടെ ഗുരുവും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാഗ്രൽ, സ്വപ്ന, സുഷുപ്തിയും ആ ജാഗ്രൽ സുഷുപ്തി എന്ന് പറയുന്ന തുര്യാവസ്ഥയെക്കുറിച്ചെല്ലാം ഗുരു സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ജാഗ്രൽ, സ്വപ്ന, സുഷുപ്തി ആയിട്ടുള്ള ഈ ബോധമണ്ഡലങ്ങളെ അതിവർത്തിച്ച ഈ തുര്യബോധം എന്താണെന്ന് അറിയണമെങ്കിൽ, അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും പരീക്ഷിച്ച് അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഇന്ദ്രിയങ്ങളും ബ്രെയിനും കൊണ്ട് ദ്യോതിപ്പിക്കുന്ന ഈ ജാഗ്രത് അനുഭവം, ബ്രെയിനും കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചും അനുഭവിച്ച് നേടുന്ന ഈ ജാഗ്രത അനുഭവം, മനുഷ്യൻ്റെ മനസ്സ്, ഇന്ദ്രിയവും ബ്രെയിനും മനുഷ്യൻ്റെ നേരത്തെ ഉള്ള ഉപബോധ മനസ്സിൻ്റെ പ്രോഗ്രാമും കൊണ്ട് അനുഭവപ്പെടുന്ന ഈ ജാഗ്രത എക്സ്പീരിയൻസിന് അപ്പുറമായ എന്തെങ്കിലും സത്യം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം വരണം. അപ്പോൾ ഈ ജാഗ്രത സുഷുപ്തി എങ്ങനെ വരും? അത് ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാഗ്രത സുഷുപ്തി എങ്ങനെ വരും? അപ്പോൾ മനുഷ്യൻ്റെ സകല ചിത്തവൃത്തിയെയും സ്റ്റോപ്പ് ചെയ്യണം. അതായത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് നടക്കുന്ന സകല ചിന്തകളെയും സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ ചിന്തകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മനുഷ്യന് ഉപബോധ മനസ്സിലും, ഉപബോധ മനസ്സിൽ അബോധ മനസ്സിലും ഉണർന്ന് ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തും. പക്ഷേ ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ്? ഈ ചിന്തകൾ എന്ന് പറയുന്ന സംഭവം സ്റ്റോപ്പ് ചെയ്യില്ല. ചിന്തകളെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു കർമ്മഗതിയാണെന്നും ഇതൊരു പ്രോഗ്രാം പോലെ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണെന്നും ഇത് കർമ്മഗതികൾ പൊട്ടി, അല്ലെങ്കിൽ ഇതിനെ ദർശനം കൊണ്ട്, ഇതിനെ കണ്ട്, ഈ ദർശനം എന്നാണ് പറയുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിലുള്ള എല്ലാ കാര്യങ്ങളെയും ദർശിച്ച് അതിൻ്റെ കുരുക്കഴിച്ച് അവിടെ എല്ലാം പ്രകാശം വന്ന് ഒരാൾ ഇതിൽ നിന്ന് ഫ്രീ ആയാൽ മാത്രമേ ഇയാൾക്ക് ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഉണരാൻ പറ്റൂ. അപ്പോൾ ഈ ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന തലത്തിലേക്ക് ഉണരുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യന് ജീവിതം എന്താണ്, മനുഷ്യൻ എങ്ങനെ പരിണമിച്ചു വരുന്നു, ഒരു ജീവൻ എന്താണ്, ഒരു ബോധം എങ്ങനെയാണ്, ഇവൻ ജനനത്തിനും മരണത്തിനും മുമ്പ് ഈ ജീവൻ്റെ, ഈ മനുഷ്യനായ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതിനുശേഷവും പിന്നെ ഇപ്പോൾ ഗുരുക്കന്മാർ പറയുന്ന ഒരു വ്യക്തിയുടെ പ്രോബ്ലം അവൻ്റെ ജീവൻ്റെ തലത്തിൽ അവൻ്റെ ശരീര മനസ്സുകളും ജീവനും തമ്മിൽ ബാലൻസ് ചെയ്ത ഒരു വ്യക്തിയുടെ വിഷയം തീർന്നു. പക്ഷേ കളക്റ്റീവായിട്ട് ഒരു സമൂഹത്തിൻ്റെ, ഒരു ലോകത്തിൻ്റെ തലത്തിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ്റെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയും കഴിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ ഒരു തലത്തിലും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി കഴിഞ്ഞ് അവിടെ ദൈവബോധവുമായിട്ട് ഇതിനെ അലൈൻ ചെയ്തില്ലെങ്കിൽ, ഈ ദൈവബോധവുമായിട്ട് ഇതിനെ ഹാർമോണൈസ് ആക്കിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവൻ ഒരു സോളാണെങ്കിൽ അതിനെ ഹാർമോണൈസ് ആക്കണം, അതിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഈ ശരീര മനസ്സുകളെ ഹാർമോണൈസ് ആക്കണമെന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ആ ദൈവബോധമായിരിക്കുന്ന അതിനനുസരിച്ച് ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ, ജീവിതത്തെ മനുഷ്യൻ ഹാർമോണൈസ് ആക്കിയില്ലെങ്കിൽ പ്രകൃതിയിൽ വരാവുന്ന പ്രകൃതി ദുരന്തങ്ങളും മറ്റ് കാലാവസ്ഥാ ദോഷങ്ങളും മറ്റ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അല്ലെങ്കിൽ ചൂടും തണുപ്പും മറ്റ് എല്ലാ രീതിയിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിന് കാരണം ഈ പ്രാപഞ്ചിക തലത്തിൽ
മനുഷ്യൻ്റെ മനസ്സിനെ ഹാർമണൈസ്, ആ ദൈവനീതിക്ക് അനുസരിച്ച് ഹാർമോണൈസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ഒരു സാധാരണ ലെവലിലുള്ള ഒരു മനുഷ്യന് ഒരു രീതിയിലും അറിയുന്നില്ല. ഈ തുരിയ ബോധത്തിലെത്തുന്നവൻ അവൻ്റെ ജീവബോധത്തെക്കുറിച്ച് അറിയുന്നു. പ്രാപഞ്ചിക മനസ്സിലേക്ക് ഉയരുന്നവനാണ് പ്രാപഞ്ചിക തലത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ആറാമത്തെ അവസ്ഥയിൽ നിന്നാണ് ലോകത്തിൽ നമ്മൾ അറിയപ്പെട്ടിരിക്കുന്ന മതസ്വഭാവത്തിലുള്ള അറിവുകളെല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ഈ മതസ്വഭാവത്തിൽ ഈ ലോകത്തിനെ, മനുഷ്യനെ നന്മ തിന്മകൾ കൊണ്ട് ബാലൻസ് ചെയ്യാനാണ് അവർ പഠിപ്പിക്കുന്നത്. നന്മ തിന്മകൾ കൊണ്ട് ബാലൻസ് ചെയ്ത് ഈ പ്രപഞ്ചത്തെ ഒരു സന്തുലിതമായ അവസ്ഥയിൽ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് മതസ്വഭാവത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ജീവൻ്റെ മുക്തിയെക്കുറിച്ച് മതസ്വഭാവത്തിലും അതിൻ്റെ പൂർണ്ണമായ വശം പറയുന്നില്ല. കാര്യം അതിനും ഉപരിയായിട്ടുള്ള ഈ ദൈവബോധത്തിലേക്ക് പരിണമിച്ച ഒരു ജീവൻ്റെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകാൻ ഗുരുമാർഗങ്ങളിലൂടെയാണ് ദൈവികമായ ഒരു അറിയിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചയിലേക്ക് പരിണമിക്കുന്ന തലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ചില സമയത്ത് ഈ ഞാനില്ല എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ഗുരുവാണ് നമുക്ക് അറിയിച്ചു തരുന്നതെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി അവൻ്റെ വ്യക്തിഗതമായ അഹന്താ സ്വഭാവത്തിൽ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിക്ക് അകത്ത് നിന്ന് കറങ്ങി അവൻ്റെ അഹന്താ സ്വഭാവത്തിൽ അവൻ പ്രവർത്തിച്ചിട്ട് ഇവനൊരു ബോധമണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ ഞാൻ ഇന്നലെ വരെ അറിഞ്ഞ ഞാനില്ല എന്നും പുതിയ ഒരു ഞാൻ ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ പ്രാപഞ്ചിക തലത്തിലുള്ള ബോധത്തിലേക്ക് വരുമ്പോൾ ഈ ഞാനെന്ന് അതിനെ സംബോധന ചെയ്യാൻ കഴിയില്ല. കാര്യം ബോധമുണ്ട്, പക്ഷേ ഇതിനെ ഞാനെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു വ്യക്തിഗതമായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല. അപ്പോൾ ഇതിനെ ഞാനെന്ന് അയാൾക്ക് സംബോധന ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാനില്ല എന്ന് പറഞ്ഞും കൂടാ. കാര്യം അവൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇയാളുടെ ബോധം ഇങ്ങനെ പരിണമിച്ച് വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു ചന്ദ്രമണ്ഡലം വരെ വികസിക്കുന്ന ജീവൻ, സൂര്യമണ്ഡലം വരെ വികസിക്കുന്ന ജീവൻ, അതിനുശേഷം ഈ ബ്ലാക്ക് ഹോൾ, ഈ ഗാലക്സിയുടെ സെൻറ്ററായ ബ്ലാക്ക് ഹോളിൻ്റെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ശാസ്ത്രീയമായിട്ടാണ് ബ്ലാക്ക് ഹോളിൻ്റെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ അതിനകത്തുനിന്ന് പ്രകാശത്തെ പോലും കടത്തിവിടുന്നില്ല. ഒരു രീതിയിലും അതിനെ കടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു രീതിയിലും അതിനെ കടന്നു പോകാൻ പറ്റാത്ത അത്രമാത്രം ആകർഷണ ശക്തിയുള്ള, അത്രമാത്രം ശാന്തമായ, അത്രമാത്രം പൂരിതമായ ഒരു സ്റ്റേറ്റാണ് അത്. അപ്പോൾ ഈ സ്റ്റേറ്റിലേക്ക് വളരുന്ന ഒരു ജീവൻ അത് കടന്നു പോകുന്നില്ല. അപ്പോൾ അനേകം മതസ്വഭാവത്തിൽ ഇത് പരമാനന്ദമായ മുക്തിയാണെന്ന് പറയുമ്പോൾ ഈ ബോധം മാത്രം അല്ലെങ്കിൽ സമാധി സ്വഭാവത്തിലൊക്കെ പരിണമിച്ച് പോകുന്ന വ്യക്തികൾ ഈ മുക്തി എന്ന് പറഞ്ഞ് ചെന്നെത്തുന്നത് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഈ ആ സമാധി സ്ഥാനത്താണെങ്കിൽ തൻ്റെ ഗുരുവിനെ, ദൈവത്തിനെ അചിന്ത്യമായ ദൈവത്തിനെ മനുഷ്യന് പിടിക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപമായി ഗുരുവിനെ കിട്ടുമ്പോൾ ആ ഗുരുവിനെ പിടിച്ചുകൊണ്ട് ഒരു ശിഷ്യൻ ഉയരുകയാണ്. ഈ സൂക്ഷ്മമായ ഈ ശൂന്യമായ തലങ്ങളെ എല്ലാം അതിവർത്തിച്ചുകൊണ്ട് ഗുരുവിനെ പിടിച്ചുകൊണ്ടാണ് ഉയരുന്നത് അവിടെ. അപ്പോൾ ഈ ബോധത്തിൻ്റെ കർത്താവായിട്ട് അവൻ ഗുരുവിനെ സങ്കല്പിക്കുകയാണ്. കാരണം അവനിങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രാർത്ഥനയിലും സങ്കല്പത്തിലും ധ്യാനത്തിലും അവൻ ഗുരുവിനെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ്. കാരണം പ്രകാശത്തിന് പോലും കടത്തിവിടാൻ കഴിയാത്ത, അല്ലെങ്കിൽ പ്രകാശത്തിന് പോലും അതിവർത്തിക്കാൻ കഴിയാത്ത അത്രമാത്രം ആകർഷണ ശക്തിയുള്ള ഈ കേന്ദ്രത്തിനെ അതിവർത്തിച്ച് രക്ഷപ്പെടുത്താൻ, ജീവനെ രക്ഷപ്പെടുത്താൻ ഗുരുവിന് മാത്രമേ കഴിയൂ. അപ്പോൾ അവിടെയാണ് ഗുരു വന്ന് ഈ ജീവനെ രക്ഷിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് ഗുരുബോധം ലയിപ്പിച്ച് നിർത്തുകയാണ് ശിഷ്യന്മാരിങ്ങനെ പ്രാർത്ഥനയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താനല്ല എന്നാൽ തൻ്റെ ഗുരുബോധം. അതാണ് പറയുന്നത് ചെയ്വത് ഗുരുവെന്നോർത്തത് ചെയ്യുക. നമ്മൾ ഓരോ പ്രവൃത്തികളും ഗുരു. അപ്പം എല്ലാത്തിലും നമ്മുടെ കർത്താവായിട്ട് നമ്മൾ ഗുരുവിനെ പ്രതിഷ്ഠിക്കുകയാണ്. അത് ഒരു ശാസ്ത്രീയമായി ഗുരുവിശ്വാസത്തിൽ പ്രതിഷ്ഠിച്ച് പോകുന്ന വ്യക്തികൾക്കറിയാം ഗുരുവിനെയാണ് അവർ പ്രതിഷ്ഠിക്കുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവാണ് ഇതിനെല്ലാം കർത്താവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ അറിവുകളെയും എൻ്റെ വ്യക്തിഗതമായ പേഴ്സണലായിട്ടുള്ള അഹന്താഭാവത്തിൽ നിന്ന് മാറിയിട്ടുള്ള എൻ്റെ എല്ലാ അറിവുകളെയും ഞാൻ ഗുരുവിൻ്റെ ഇതെന്നാണ്, അല്ലെങ്കിൽ ചെയ്വത് ഗുരുവെന്ന് ഓർത്തത് ചെയ്യുക എന്നുള്ള സങ്കല്പത്തിൽ ഇതെല്ലാം ഗുരുവിൻ്റേത് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം വ്യക്തിഗതമായ മനസ്സിൻ്റെ ഒരു തലത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് വരുന്ന അറിവുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരത്തിൽ ഇതിനകത്ത് ദർശനഭാഗത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലോജിക്കലായി ഒന്നുമില്ല. ഞാൻ പറയുന്നത് വളരെ ലോജിക്കലായിട്ട് റാഷണലായിട്ട് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അനുഭവത്തെയും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും ഞാൻ പിടിച്ചു പോകുന്നില്ല. അതിനെ പിടിച്ചു പറ്റി അതിൻ്റെ പിറകെ ഞാൻ പോകുന്നില്ല. ഹാലൂസിനേഷനായിട്ട് ഒരു ദർശനത്തിൻ്റെയോ ഒരു അറിവിൻ്റെയോ അല്ലെങ്കിൽ ഒരു അശരീരിയോ ഒന്നിൻ്റെയും പിറകെ പോകാതെ ഭക്തി സ്വഭാവത്തിൽ ആ ഗുരുമാർഗത്തിൽ
പോകണം എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലോജിക്കലായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലായിട്ട് തോന്നുന്നത് മാത്രം എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് ആരും അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് കേൾക്കുക, അതിനകത്ത് എന്തെങ്കിലും ഉചിതമായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള ആന്തരികമായ കോൺഷ്യസ്നെസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അധികം ആരും വിശദീകരിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് വെളിപ്പെട്ട് എൻ്റെ ധ്യാനത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഒബ്സർവേഷനിൽ നിരീക്ഷണങ്ങളിൽ മനസ്സിലായ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാഷണലായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും ഗഹനമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായി വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ആധ്യാത്മിക രംഗത്തുള്ള ആന്തരിക തലങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ വളരെ സങ്കുചിതമായ ഒരു ബ്രെയിനിൻ്റെ കാഴ്ചപ്പാടിൽ, അതായത് അഹന്താ സ്വരൂപത്തെ അതിവർത്തിക്കാത്ത സ്വന്തം വ്യക്തിഗതമായ പേഴ്സണലായിട്ടുള്ള ഒരു ബ്രെയിനിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഈ വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലാണ് എല്ലാ കാര്യത്തെയും മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഇതേപോലുള്ള സംശയങ്ങളും ഇതേപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ പക്ഷം ജീവബോധത്തിൻ്റെ തലത്തിലേക്കെങ്കിലും ഉയർന്നാൽ മാത്രമേ ആധ്യാത്മിക രംഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഒരു കാര്യങ്ങളെ വിശകലനം ചെയ്യാനും സംസാരിക്കാനും. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഇതിനെ ഫോളോ ചെയ്ത് പോകണമെന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഗുരുവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ഗുരുവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്ത് നമ്മുടെ തെറ്റുകൾ, എന്ത് ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോഴും അപ്പോൾ ഗുരു ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുമായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീട്ടിലൊന്നും പറയാതെ സിനിമയ്ക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോഴൊക്കെ നമുക്ക് ഗുരു എപ്പോഴും നമ്മളെ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഉള്ളിൽ, അന്ന് ഗുരു ശരീരത്തിലുള്ള കാലഘട്ടമാണ്, അപ്പോൾ ഗുരു നമ്മളെ ഇങ്ങനെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പിൽക്കാലത്ത് അത് ശിഷ്യപൂജിതയാണ്. കാരണം ഗുരു നമ്മളെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്യുന്നതായിട്ട്, നമ്മൾ ഗുരുവിനെ ഇങ്ങനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതുകൊണ്ട് ഗുരു എല്ലാ കാര്യത്തിലും വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഗുരുവിനെ കാണുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പണ്ടൊരു ദിവസം പറഞ്ഞത്, ഇപ്പോൾ ശിഷ്യപൂജിത ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യത്തിനും കാരണമായിട്ട് ഗുരു നമ്മുടെ മനസ്സ് കാണിച്ചു തരികയാണ്. കാരണം മനസ്സിന് ഇത് ഗുരുവിനെ കാണിച്ചു തരണം. കാര്യം ഗുരുവിനെ എതിരാക്കണം. മനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഈ പുരാണ സ്വഭാവത്തിൽ എല്ലാത്തിനെയും ഒരു അസ്തിത്വമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ കാര്യത്തിനെയും ഓരോന്നിനും ഓരോ അസ്തിത്വങ്ങളാണ്. ഇപ്പോൾ ജനനം ഒരു അസ്തിത്വം, മരണം ഒരു അസ്തിത്വം, പിന്നെ ഇരുട്ടൊരു അസ്തിത്വം, ജീവൻ, കാലൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓരോ അസ്തിത്വങ്ങളായിട്ടാണ് പുരാണത്തിൽ. അതുപോലെ തന്നെ മനസ്സും ഒരു അസ്തിത്വമാണ്. അപ്പോൾ ഈ മനസ്സ്, നമ്മുടെ വ്യക്തിഗതമായ മനസ്സ് നമ്മൾ കരുതുമ്പോൾ ഇതൊരു അസ്തിത്വമാണ്. അനേക ചിത്തവൃത്തികൾ, ഈവൻ ഓരോ ചിന്തകളും ഓരോ അസ്തിത്വങ്ങളാണ്. പൈശാചികത്വങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അതുകൊണ്ടാണ്, ഈ ചിന്തകൾ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മനസ്സെന്ന് പറയുന്ന ഈ അസ്തിത്വം ഗുരുവിനെ ശത്രുവായിട്ട് കാണിച്ചു തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരു മനസ്സിൻ്റെ കില്ലറാണ്. മനോനാശം, ഈ ജീവൻ്റെ ഈ പുണ്യപാപങ്ങളിൽ നിന്നെല്ലാം കഴുകി ജീവനെ പരമബോധത്തിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ഗുരു മനസ്സിനെ സംബന്ധിച്ച്, അഹന്തയെ സംബന്ധിച്ച് ശത്രുവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് ഗുരുവിനെ മനസ്സ് കാണിച്ചു തരും. അപ്പോൾ ഇത് ഒരു ജ്ഞാന സ്വഭാവത്തിൽ അറിവുള്ള ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവാണ് സത്യമെന്ന അനുഭവവശത്തിൽ അറിവുള്ള, ഗുരുവാണ് എല്ലാത്തിൻ്റെയും തെളിച്ചമെന്നും ഗുരുവാണ് പരമബോധമെന്നും ഗുരുവാണ് ദൈവമെന്നും അറിയാവുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ച് മനസ്സ് ഇങ്ങനെയുള്ള പറ്റിക്കൽ നടത്തുമ്പോൾ അയാൾ മനസ്സിൻ്റെ പറ്റിക്കൽ തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് അയാളുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ കണ്ണ് വരുന്നത്. അപ്പോൾ ഗുരുവിനെ എല്ലാം കൊണ്ടും ഗുരുവിനെയാണ് കാണിച്ചു തരുന്നത്. എൻ്റെ മനസ്സുൾപ്പെടെ ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ വരുമ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഒരു പസിലാണ്. എല്ലാ കുഴപ്പത്തിനും, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കുഴപ്പത്തിനും കാരണം ഗുരുവാണെന്ന് കാണിച്ചു തരും. കാരണം അങ്ങനെ ഗുരുവിൽ നിന്ന് അകന്ന് രക്ഷപ്പെട്ടാൽ ഈ മനസ്സിന് ജീവിക്കാൻ പറ്റും. കാര്യം മനസ്സിന് മുക്തിയിലേക്കൊന്നും പോകാതെ, അല്ലെങ്കിൽ ജീവൻ്റെ യഥാർത്ഥ വശത്തിലേക്ക് പോകാതെ ജനിച്ചും മരിച്ചും സംസ്കാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാനാണല്ലോ മനസ്സിൻ്റെ പ്രോഗ്രാം. അപ്പോൾ മനസ്സിന് തുടരാൻ വേണ്ടിയുള്ള മനസ്സിൻ്റെ ഒരു സൂത്രം ഗുരുവിലെല്ലാ കുഴപ്പങ്ങളും കാണിച്ചു തരും. അപ്പോൾ ഇത് ഗുരുശിഷ്യ ബന്ധത്തിൽ, ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ വരുമ്പോൾ എല്ലാ ശിഷ്യന്മാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നത്തെ അതിവർത്തിക്കണമെങ്കിൽ ഈ ബോധ സ്വഭാവത്തിൽ വികസിച്ച് ജ്ഞാനഭാവത്തിൽ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്നും ഗുരുവിൻ്റെ മഹിമ എന്താണെന്നും അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ശിഷ്യന്മാർ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ ഈ തെറ്റിപ്പോവും.
ഈ മനസ്സ് ഗുരുവിനെ കാണിച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇപ്പം ശിഷ്യപൂജിതം ഒന്നും ചെയ്തിട്ടല്ല, എൻ്റെ മനസ്സ് എന്നെ എല്ലാ ദുഃഖങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ എല്ലാ നേരിട്ട വിഷമങ്ങളിലും എന്നെ ഗുരു ആണിത് കാരണം, ഗുരു രക്ഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഒരു മായികമായ അഭിനയം. പക്ഷേ ഞാൻ ഇതിനെ അതിവർത്തിച്ചു. കാരണം ഗുരുവിൻ്റെ മഹിമ എനിക്ക് അല്ലാത്ത സമയത്ത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്, ആ ജ്ഞാന സ്വഭാവത്തിൽ അത് തെളിച്ചം വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് ഇതാണ് മനസ്സിൻ്റെ കള്ളത്തരം, സ്വന്തം മനസ്സിൻ്റെ കള്ളത്തരം എന്ന് മനസ്സിലാക്കി ഞാൻ അതിവർത്തിച്ചാണ് അവിടെ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികൾ ഇപ്പോൾ ഈ ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറയുന്ന വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരും അവർ ശിഷ്യപൂജിതയെ ഗുരുസ്ഥാനത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശിഷ്യപൂജിതയാണ് അവരുടെ ഗുരു എന്നുള്ളതിന് തെളിവാണ് സകല കുറ്റങ്ങളും ഗുരുവിനെയാണ് അവർ പറയുന്നത്. കണ്ട, സൈക്കോളജിക്കലി അത് കറക്റ്റാണ്. സകല കുറ്റങ്ങളും എല്ലാം ആരോപിക്കുന്നത് ഗുരുവിനെയാണ്, ശിഷ്യപൂജിതയാണ്. അപ്പോൾ അവരും മനസ്സിൻ്റെ ഉള്ളിൽ അവരറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഗുരുസ്ഥാനത്ത് വെച്ചേക്കുന്ന ശിഷ്യപൂജിതയെ തന്നെയാണ്. നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ ദൈവത്തിൻ്റെ ഭാവത്തിലാണ്. അതിപ്പോൾ എല്ലാവർക്കും ഗുരു ആയ സങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഭാവത്താണ്. നമുക്ക് ഫൗണ്ടർ ഗുരു ഒരിക്കലും ഗുരുവിൻ്റെ ഭാവത്തിൽ വരുന്നില്ല. ഗുരു മനുഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. കാര്യം മനുഷ്യരൂപത്തിലായിരിക്കുമ്പോഴേ നമുക്കൊരു പരാതിയായിട്ട് ആ മനുഷ്യനെ കാണാൻ പറ്റൂ. മറ്റേ ദൈവത്തിന് നമ്മൾ ദൈവത്തിന് ആരും പരാതി പറയില്ല. ദൈവം മനുഷ്യൻ്റെ വിശ്വാസം കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫൗണ്ടർ ഗുരുവിനെ ആരും കുറ്റപ്പെടുത്തില്ല, മനുഷ്യരൂപത്തിലുള്ള ഗുരുവിനെ. അപ്പോൾ മനുഷ്യരൂപത്തിലുള്ള ഗുരുവിനെ കുറ്റപ്പെടുത്തണമെന്നാണ്. കാര്യം കുറ്റപ്പെടുത്തിയിട്ട് അതിൻ്റെ കാരണം സ്വന്തം മനസ്സിൽ കണ്ട് സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന ഒരു പരിണാമമാണ് ഗുരുശിഷ്യ ബന്ധം. ഇതൊരു വലിയ പ്രോസസ്സാണ്, കടമ്പയാണ്. എല്ലാ ശിഷ്യന്മാരും അഭിമുഖീകരിക്കേണ്ട ഒരു കടമ്പയാണ്. അത് ഓരോ അവസ്ഥ കടക്കുമ്പോഴും അങ്ങനെ ഉള്ള കടമ്പയിലെത്തും, ഗുരുവിനെ തെറ്റായിട്ട് കാണും. അപ്പോൾ ഇതെല്ലാ ശിഷ്യന്മാരും അഭിമുഖീകരിക്കേണ്ട ഒരു കടമ്പയാണ്. അവരും മാറി നിന്ന് ഗുരുവിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം അവർ ഗുരുവായിട്ട് കണ്ടേക്കുന്ന ശിഷ്യപൂജിതയാണ്. മറ്റേ ഫൗണ്ടർ ഗുരുവിനെ ദൈവത്തിൻ്റെ ഭാവത്തിലാണ് അവരും കണ്ടിരിക്കുന്നത് എന്നുള്ളതിന് തെളിവാണിത്. അപ്പോൾ ശ്രീ ഗുരുവിന്റെ കുടുംബാംഗം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അതിലൊരു അപാകതയില്ലേ? ഗുരുവിന്റെ കുടുംബാംഗം എന്ന് നമുക്ക് അങ്ങനെ പറയാമോ? ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കാതെ തരമില്ല. തുറന്ന് പറയുമ്പോൾ പലർക്കും ദുഃഖം ഉണ്ടാകും, പക്ഷേ പല കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാതെ തരമില്ല. ഇപ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് വരെയുള്ള മനുഷ്യരാശിയിലെ ചരിത്രം ശ്രദ്ധിച്ച ഒരു ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരമ്പരയിൽ ഏതെങ്കിലും വ്യക്തികൾക്കൊരു പ്രത്യേകതയുള്ളതായിട്ട് ഇന്ന് വരെ ഒരു ഗുരു പരമ്പരയിൽ നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ശിഷ്യ പരമ്പരയെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയാണ് ഗുരുവിൻ്റെ കുടുംബാംഗം. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൻ്റെ വക്താവല്ല. ശരീരത്തിൻ്റെ ബോധത്തെ അതിവർത്തിച്ച് മനസ്സിൻ്റെ ബോധത്തെ അതിവർത്തിച്ച് ജീവബോധത്തെ അതിവർത്തിച്ച് പ്രാപഞ്ചിക തലത്തിലുള്ള ശരീര മനസ്സുകളെല്ലാം അതിവർത്തിച്ച് പരമബോധത്തിൽ ദൈവബോധത്തിൽ എത്തിയ ഗുരുവിനെ ദൈവബോധത്തിൻ്റെ തലത്തിലാണ്. അപ്പോൾ ദൈവബോധത്തിൻ്റെ തലത്തിൽ വസുദൈവ കുടുംബകം എന്ന് പറയുന്നതാണ് അനുഭവം. അപ്പോൾ എല്ലാവരും തൻ്റെ കുടുംബമാണ് ദൈവബോധത്തിൽ എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ ദൈവബോധത്തിലെത്തിയ ഗുരുവിനെ രക്തബന്ധത്തിൽ പറയുന്നത് ആ ഗുരുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇപ്പം തന്നെ ഇവരെല്ലാം ഈ ശരീരത്തിൻ്റെ തലത്തിൽ മാത്രമാണ് ഗുരുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഗുരുവിനെ ഒരു ശരീരത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് മാത്രം കാണുകയാണ്. പക്ഷേ ഈ ഗുരുവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആന്തരികതയിൽ ആ പരമബോധത്തിൽ വന്ന അതിനെയാണ് നമ്മൾ ഗുരുവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുവിനെ സംബന്ധിച്ച് വസുദൈവ കുടുംബകമാണ്. പിന്നെ ശിഷ്യ സ്വഭാവത്തിലാണ് കുടുംബം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഗുരുവിൻ്റെ യഥാർത്ഥ കുടുംബാംഗം നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. മറ്റേ പുള്ളി പറയുന്ന കുടുംബാംഗം എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിറ്റേക്കാട്ട് കുടുംബാംഗമാണ്, അല്ല ഗുരുവിൻ്റെ കുടുംബാംഗമല്ല. ഗുരു ആ കുടുംബത്തെ സന്യസിച്ച് ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഗുരുവിൻ്റെ ജീവിതം തുടങ്ങുന്നതും ആധ്യാത്മിക ജീവിതത്തിൽ വന്ന് പിന്നെ സമ്പൂർണ്ണമായിട്ട് ഇതെല്ലാം അതിവർത്തിച്ച് വ്യക്തിബോധങ്ങളെല്ലാം അതിവർത്തിച്ച് കഴിഞ്ഞാൽ ഗുരുവിനെ എങ്ങനെ രക്തബന്ധത്തിൽ കുടുംബാംഗം വരും? ഗുരു എന്നും ആത്മബന്ധത്തെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ചിറ്റേക്കാട്ട് കുടുംബാംഗമാണ് അദ്ദേഹം. ആ കുടുംബാംഗത്തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ ചിറ്റേക്കാട്ട് കുടുംബത്തിൽ ഗുരു വന്ന് ജനിച്ചത് അവരുടെ കുടുംബത്തിൻ്റെ നന്മ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം ആ കുടുംബാംഗം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിനെ ഒളിപ്പിച്ച് അവിടെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ മഹാഗുരുക്കന്മാരെ നശിപ്പിക്കാൻ ഈ പൈശാചിക സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗുരുവിനെ ഒളിപ്പിച്ച് അവിടെ ജനിപ്പിച്ചു. അത് ആ കുടുംബത്തിന് കിട്ടിയ ഒരു ഭാഗ്യം. പക്ഷേ ആ ഭാഗ്യം ആ കുടുംബം എങ്ങനെ എടുത്തു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭാഗ്യം എങ്ങനെ എടുത്തു? ഇപ്പോൾ ബുദ്ധ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ച് ലാളിച്ച് വളർത്തി. അദ്ദേഹം ഒരു സന്യാസി ആവാതിരിക്കാൻ ലോകത്തിൽ കൊടുക്കാവുന്ന എല്ലാ ആഡംബരവും സൗകര്യവും അദ്ദേഹത്തിന് ബുദ്ധ ഭഗവാന്റെ അച്ഛൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും ചില മനുഷ്യരുടെ വിഷമങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം സന്യാസത്തിലേക്ക് തിരിഞ്ഞു.
ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ചേർന്ന് അദ്ദേഹത്തെ മറ്റൊരു ഇടത്ത് എത്തിച്ച് അവിടെ അച്ഛനും അമ്മയും വളർത്തി, അവരും പൊന്നോമന പുത്രനായിട്ട് ലാളിച്ച് വളർത്തി. പിന്നീട് പിൽക്കാലത്ത് സ്വന്തം അച്ഛനും അമ്മയും എല്ലാവരും ഏറ്റവും അധികം ലാളിച്ച് വളർത്തി. അപ്പോൾ ഈ ബുദ്ധ ഭഗവാനും ശ്രീകൃഷ്ണനും ഇതേപോലെയൊക്കെ ഇത്രയും ലാളിച്ച് വളർത്തിയ അച്ഛനമ്മമാർക്ക് അത് കുടുംബാംഗമെന്ന് അവകാശപ്പെടാനുള്ളൊരു അവകാശമുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ ശ്രദ്ധിച്ച ഗുരുവിനെ സംബന്ധിച്ച് ആ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഗുരുവിൻ്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിക്കരുതേ എന്ന് ഗുരു കാല് പിടിച്ച് അമ്മാവനോട് പറഞ്ഞിട്ട് കേട്ടില്ല. അതിനുശേഷം രണ്ടാനച്ഛൻ്റെ കൂടെ ചെല്ലുമ്പോൾ അവിടെ ഗുരു നേരിട്ട വിഷമങ്ങൾ, ആ വിഷമങ്ങൾ ഗുരുവിന് അവിടെ നിന്ന് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പുറത്ത് വന്നപ്പോൾ എന്താണ് വിഷമം? ഈ ചക്രവർത്തിയെ പോലെ അന്തസ്സുള്ള ഈ കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും എന്തെല്ലാം വിഷമങ്ങളുണ്ടായി, അല്ലെങ്കിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഈ ഒരു കുഞ്ഞ് സ്വന്തം വീട് ഉപേക്ഷിച്ച് നാട് വിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മാനസികാവസ്ഥ? അപ്പം ആ സമയത്ത് സന്യസിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഗുരു, സ്വന്തമായിട്ട് ആത്മാഭിമാനത്തോടെ ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാൻ എവിടെയെങ്കിലും പോയി സ്വന്തമായിട്ട് ജീവിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇറങ്ങി പുറപ്പെട്ട് പിൽക്കാലത്ത് ആശ്രമ സ്വഭാവത്തിൽ ജീവിച്ച് ഗുരുവിന് ആത്മശാന്തിക്ക് വേണ്ടി ആഗ്രഹം തോന്നിയത് മുതിർന്നതിന് ശേഷമാണ് യഥാർത്ഥ ഒരു ഗുരുവിനെ കണ്ടെത്തുന്നതും ആത്മശാന്തിയിലേക്കൊക്കെ പോകുന്നത്. മറ്റത് ഗുരുവിൻ്റെ ഒരു വേദനയിൽ, ആ അപമാനങ്ങളിൽ, വിഷമതകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ ഗുരു അവിടെ നിന്ന് ഒരു കുഞ്ഞ് ആ വീട് ഉപേക്ഷിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ പോലും ഗുരു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഈ കുഞ്ഞ് വന്നിട്ട് ആരും തിരക്കിയില്ലല്ലോ, ഒരു കുഞ്ഞ് നാട് വിട്ട് പോയിട്ട് ആരും അതിനെ തിരക്കിയില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം തിരക്കി എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്ത് തിരക്കിയാലും ഈ കുഞ്ഞിനെ അനുനയിപ്പിച്ചുകൊണ്ട് പോകാൻ ആരും വന്നില്ലല്ലോ എന്നുള്ള സത്യമല്ലേ? വലുതായി കഴിഞ്ഞപ്പോഴാണ് സഹോദരൻ വന്ന് അന്വേഷിച്ച് വന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആ കുടുംബത്തിൽ നിന്ന്, അപ്പോൾ ഗുരു ഈ ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോൾ അനേകം വ്യക്തികളിൽ നിന്ന് പലവിധ വിഷമങ്ങളും ദുഃഖങ്ങളും നീണ്ട 17 വർഷത്തെ യാതനകളും പിന്നീട് മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ലോകത്തു നിന്നും ഒക്കെ ഗുരു ഒരുപാട് യാതനകളും കഷ്ടതകളും വേദനകളും അനുഭവിച്ചിട്ടുണ്ട്. അതിനെ തുടക്കം കുറിച്ചത് ഗുരുവിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഗുരുവിൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഗുരുവിനെ വേദനിപ്പിക്കുന്ന ഈ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് മുട്ടാളനും കാട്ടാളനും എന്ന് പറയുന്ന സ്വഭാവത്തിൽ തന്നെ ഈ വ്യക്തി പ്രവർത്തിച്ച് ഈ പരമ്പരയെ അധപ്പതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം ഗുരു കഷ്ടപ്പെടുത്തി ഉണ്ടാക്കി ഈ പരമ്പരയെ അധിക്ഷേപിച്ചുകൊണ്ട് ആ സ്വഭാവത്തിൻ്റെ മഹിമ വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈ കുടുംബാംഗമെന്ന് അഭിമാനിക്കുമ്പോൾ, രക്തബന്ധം പറഞ്ഞ് കുടുംബാംഗമെന്ന് അഭിമാനിക്കുമ്പോൾ, ഈ ഗുരു ഇത്രയും വലിയ ആശ്രമ അധിപനും അല്ലെങ്കിൽ ഇത്രയും വലിയ ആചാര്യനുമെന്നും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമല്ലേ ഈ കുടുംബാംഗമെന്ന് അഭിമാനിക്കാൻ ഇദ്ദേഹം വന്നത്. അല്ലാതെ ഈ കുഞ്ഞ് ആരുമില്ലാതെ ഒന്നും ആകാതെ അത് നശിച്ചു പോയിരുന്നെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കുമായിരുന്നോ ഈ കുഞ്ഞിനെക്കുറിച്ച്? അപ്പോൾ ഇന്ന് ഈ കുഞ്ഞ് ഇത്രയും വലിയ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനും മഠാധിപതിയും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒരു വലിയ ശ്രേഷ്ഠ സ്ഥാനത്തിലെത്തിയപ്പോൾ അത് അഭിമാനിക്കാനായിട്ടില്ല. അമേരിക്കയിൽ പോകുമ്പോൾ ആരൊക്കെ കുടുംബാംഗങ്ങൾ അഭിമാനിക്കാൻ വരുന്നു എന്ന് പറയുന്ന അതേ നാണയത്തിലല്ലേ അദ്ദേഹം വന്നിരിക്കുന്നത് അഭിമാനിക്കാനായിട്ട്. അപ്പോൾ ഗുരുക്കന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് രക്തബന്ധത്തിൻ്റെ പേരിൽ കുടുംബാംഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഗുരുവിനെ അങ്ങനെ പറയാതെ ഇതിൻ്റെ എല്ലാ അഹന്ത, ഈ ഗുരുവിൻ്റെ കുടുംബാംഗം എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു അഹന്തയാണ്, ധിക്കാരമാണ്. ഗുരു ശരീരത്തിലുണ്ടെങ്കിൽ ഗുരു ഒട്ടും പൊറുക്കാത്ത കാര്യമാണിത്. കാര്യം ഒരു വ്യക്തി വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് ധിക്കാരത്തോടെയൊക്കെ സംസാരിക്കുന്ന ഗുരു കണ്ടാൽ ഒരിക്കലും സമ്മതിക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് ഗുരുനിന്ദ തന്നെയാണ്. ഗുരു ശരീരത്തിലൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുനിന്ദ. ഗുരുവിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് എല്ലാം തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഗുരുനിന്ദ. അപ്പോൾ ഗുരുനിന്ദ ചെയ്തുകൊണ്ട് കുടുംബാംഗം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാതെ ഈ അഹന്തയും ഈ ധിക്കാരവും എല്ലാം അടിയറവ് വെച്ച് വേദനിച്ച് നൊന്ത് പ്രാർത്ഥിച്ച് വേണം ഈ ആശയം എടുക്കാൻ. എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും എല്ലാം സ്വീകരിച്ച്, തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം തൻ്റേതാണെന്ന് കണ്ട് സ്വീകരിച്ച്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നം, ആദ്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ മൊത്തം സുഖമാണെന്ന്, എനിക്ക് എല്ലാ സുഖങ്ങളും ഉണ്ട്, എന്നിട്ടാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. പിന്നെ പറയുന്നത് എനിക്ക് ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അയാൾ പറഞ്ഞ രണ്ട് ശരിയാണ്, എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ട് സുഖങ്ങളും ഉണ്ട്, ഇത് രണ്ടും കൂടെ ചേർന്നാണ് ജീവിതം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം എൻ്റേതാണെന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റെടുത്ത് സമർപ്പിച്ച് ഗുരുവിനോട് പ്രാർത്ഥിച്ച് ജീവിക്കുക എന്നുള്ള വഴിയാണ് ഗുരു കാണിച്ചു തന്നേക്കുന്നത്. അല്ല എൻ്റെ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവരാണ്, കൂടോത്രമാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും പറയാതെ അവനവൻ്റെതാണെന്ന് കണ്ടെത്തി അതിനെ സ്വീകരിക്കുന്നു. പിന്നെ ഗുരു തന്നിരിക്കുന്ന എല്ലാ നന്മകളെയും നമ്മൾ ഗുരുകാരുണ്യമായിട്ട് വണങ്ങുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വഴി. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും അല്ലെങ്കിൽ അഹങ്കരിച്ചും നശിക്കുന്ന ഒരു വഴിയല്ല നമുക്ക് ഗുരു കാണിച്ചു തന്നിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. കാര്യം ഇത്രയും ധിക്കാര സ്വഭാവത്തിൽ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് എല്ലാ മനുഷ്യരും ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ നമ്മൾ പറഞ്ഞു പോകുന്ന, അല്ലാതെ നമ്മളിത് മനഃപൂർവ്വം ആരെങ്കിലും അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. അപ്പോൾ എല്ലാവരും കുടുംബാംഗം എന്നല്ല, എല്ലാ ശിഷ്യ സമൂഹവും ഗുരുവിൻ്റെ കുടുംബാംഗം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഗുരുവിൻ്റെ ഈ ആശയത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് ആ ഗുരു സംസർഗത്തിൽ പോകണമെന്നുള്ളതാണ് ഗുരുവിൻ്റെ ആഗ്രഹവും സങ്കല്പവും ആശയവും. ശ്രീ, പിന്നെ ഈ ബൈലോയെ സംബന്ധിച്ച്, ബൈലോയെ കുറിച്ച് ഗുരു പറയുന്ന വീഡിയോ പുള്ളി ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശ്രീ എന്ത് പറയുന്നു ബൈലോയെ സംബന്ധിച്ച് ഇയാൾ പറയുന്ന ഈ ഒരു കാര്യങ്ങൾക്ക്? ഇപ്പൊ ബൈലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗുരു ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളത് വിശദമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഗുരു പറഞ്ഞതുപോലുള്ള 4 പേര് ചേർന്നുള്ള ഒരു സംഘം രൂപീകരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പരിണമിക്കുന്നത് ഗുരു സംസാരിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അത് നടപ്പാകേണ്ടതാണ്. ഒരു പക്ഷേ ഭാവിയിൽ അത് നടപ്പാകും. കാരണം ആ രീതിയിൽ പക്വതയുള്ള ഒരു സമൂഹം വന്നു ചേരുമ്പോൾ നമുക്ക് പിന്നെ ആ രീതിയിൽ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ, നമ്മുടെ പ്രസ്ഥാനത്തിന് ആ രീതിയിലുള്ള ഒരു കെട്ടുറപ്പും ഐക്യവും എല്ലാം വന്ന് ഇതിനെ സോളിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളും അതിനനുസരിച്ച് ഇൻ്റലിജൻസും അതിനനുസരിച്ച് സഹിഷ്ണുതയും ഒരുമയെല്ലാം വന്നാൽ മാത്രം ഒരു പുതിയ തലമുറയിൽ നടപ്പാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ബൈലോയിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, അതിനകത്ത് ഗുരു എപ്പോഴും പറയുന്നുണ്ട് ഗുരുവിൻ്റെ വാക്കിൽ പിടിച്ചു പോകണം. ഇപ്പം എങ്ങനെ തീരുമാനിക്കും? അതായത് 4 പേര് എന്നൊക്കെ പറയുമ്പോൾ ഇലക്ഷൻ പാടില്ല, തെരഞ്ഞെടുപ്പ് പാടില്ല എന്നെല്ലാം ഗുരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ തീരുമാനിക്കും? അപ്പോൾ അത് എല്ലാവരും കൂടി തീരുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗുരുവാക്കിനെ പിടിച്ചു പോകണം, അല്ലെങ്കിൽ ഗുരു ഉണ്ടാകും എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഗുരു സംസാരിക്കുന്നത്. അപ്പോൾ ഗുരു എന്ന് പറയുന്ന ആ ഒരു ഉറപ്പ്, അതാണ് ഈ ഗുരുമാർഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരുവാക്ക് അനുസരിച്ച് പോകണം, ഗുരു നിർദ്ദേശത്തിന് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞേക്കാണ്. എന്നാൽ ഈ അടുത്ത തലമുറയിലെ ഗുരുവിനെക്കുറിച്ച് ഗുരു സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഈ ഗുരു എക്കാലവും ഈ പരമ്പരയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിസ്കഷനില്ലാതെ ഏത് രീതി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയിപ്പം കുറച്ച് പേരിരുന്ന് പിന്നെ ഒരു ബൈലോ ഉണ്ടാക്കിയപ്പോൾ പോലും, അത് എഴുതി ചേർത്ത് ബൈലോ ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ ഗുരു എന്ന് പറയുന്ന ഒരു വിഷയം ആശ്രമത്തിൽ എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മുടെ ഗുരു അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന, ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ച എല്ലാ മാസികകളിലും എല്ലാ കാര്യത്തിലും ആശ്രമ ഉദ്ദേശത്തിൽ വ്യക്തമായി പറയുന്ന കാര്യമാണല്ലോ ഈ പരമ്പരയിൽ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാകുമെന്നുള്ളത്. അപ്പം അതാണല്ലോ യഥാർത്ഥ ബൈലോ. കാരണം എന്ന് വെച്ചാൽ ആശ്രമ ഉദ്ദേശത്തിൽ ഗുരു വ്യക്തമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്, കാര്യം ഗുരു ഉണ്ടാകും, ഈ പരമ്പരയിൽ ഒരു ഗുരു ഉണ്ടാകും എന്നുള്ളത് എപ്പോഴും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പോലും പുള്ളി അതിനെ വളച്ചൊടിച്ച് മാറ്റിയിട്ട് പറയുന്നു ഒരു ഗുരു ഉണ്ടാകും, എക്കാലം ഒരു ഗുരു. അപ്പോൾ എന്താന്ന് വെച്ചാൽ പുള്ളി എല്ലാത്തിനെയും പുള്ളിയുടേതായ രീതിയിൽ വളച്ചൊടിക്കുകയാണ്. എക്കാലവും ഒരു ഗുരു ഉണ്ടാകുമെന്ന്, പുതിയ ഒരു ന്യായം. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ആ പുസ്തകത്തിൽ അത് കറക്റ്റ് വാചകം ഒന്ന് വായിച്ചേ. ഇത് ഗുരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പൊ ഇത് ഗുരുവിന്റെ 70ാം ജന്മദിന പതിപ്പ്. ഇതിൽ അവസാന ഭാഗത്ത് ആശ്രമോദ്ദേശം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 7ാമത്തെ ആ കാര്യത്തിലാണ് ഇത് പറയുന്നത്. ലോക ഗുരുക്കന്മാരും അവരുടെ വാക്കുകളും നമുക്കെന്നും ആദരണീയമായിരിക്കണം. ഈ കാര്യങ്ങൾ എല്ലാ ദിവസവുമുള്ള അനുഷ്ഠാനങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈ സംഗതികൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പരമ്പരയിൽ എക്കാലം ആത്മീയ അനുഭൂതിയുള്ള എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഗുരു ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നു മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ഗുരുവിന് എന്താണ് പ്രസക്തി? മനുഷ്യരൂപത്തിലല്ലെങ്കിൽ ഇപ്പോൾ ഫൗണ്ടർ ഗുരുവിനെ നമുക്കൊരു ദൈവ സമാനമായി ആരാധിക്കാനല്ലേ പറ്റൂ. മനുഷ്യരൂപത്തിലല്ലേ മനുഷ്യനോട് സംസാരിക്കാനും തിരുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും. ഗുരുദർശനം, അതായത് ഗുരുദർശനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയായിട്ടിരിക്കുന്ന അവൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണഭാവത്തുള്ള അവൻ്റെ മനസ്സിനെ സങ്കല്പങ്ങളെ തെറ്റിക്കാതെ അവന് ഗുരുദർശനം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനത്തിലാണ് അവൻ ചിത്തശുദ്ധി വന്ന് അവൻ പൈശാചികമായ ഇൻഫ്ലുവൻസിലൊന്നും വരാതെ നോക്കുന്നത് ഗുരുദർശനമാണ്. അപ്പോൾ ഈ ഗുരു എന്ന് പറയുന്ന മനുഷ്യരൂപത്തിൽ വേണമെന്നുള്ളത് എക്കാലവും നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മൾ എക്കാലവും കേട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യരൂപത്തിലല്ലാതെ ഗുരു ഇല്ല. അപ്പോൾ ഇവിടെ എക്കാലവും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എക്കാലവും നവജ്യോതി ശ്രീ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെയാണെങ്കിൽ ഇവിടെ എക്കാലവും ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാത്രമാണ് ഗുരു എന്നല്ലേ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ എക്കാലം ഒരേ ഒരു ഗുരു മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ അല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ എക്കാലവും ആധ്യാത്മിക അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും
എന്നത് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ ഗുരു ഉണ്ട്. അപ്പൊ ആ ബൈലോയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഗുരു ഉണ്ട്. ഗുരു പറയുന്ന പോലെ കേൾക്കൂ. അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരു 4 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 പേരെ മാറ്റിക്കൊണ്ടല്ല ഇരുന്ന വർഷം, ഒരാളെ വ്യക്തമായി ഒരു സമയം വരെ കൊടുത്തു. ഇപ്പോൾ ഒരാൾ ചിലരൊക്കെ തെറ്റിക്കുന്നവരെ അവസാനം പറഞ്ഞു വിടുക പോലും ചെയ്തിട്ടുണ്ട്. പുതിയൊരു സാഹചര്യത്തിൽ ഈ ഗുരുമാർഗം ഉറയ്ക്കാതെ, കാരണം ഈ ഗുരുവാണ് ഇങ്ങനെ ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ ഗുരുമാർഗത്തിലാണ് ഇത് പോകുന്നത് എന്നുള്ള ഒരു കാര്യം പോലും ഉറയ്ക്കാത്തൊരു സാഹചര്യത്തിൽ ഈ ആൾക്കാരെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? അപ്പോൾ ഗുരുമാർഗം ഉറച്ച് ഗുരുവിൻ്റെ ശിഷ്യ പരമ്പര പരിണമിച്ച് വരാനുള്ളൊരു സമയത്തിലേക്കാണ് ഇങ്ങനെ സുദീർഘമായ ഒരു കാലഘട്ടം നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന അപജയങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം പരമ്പരയ്ക്ക് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ല, പരമ്പരയുടെ കൂട്ടായിട്ടുള്ള ഒരു സംശയ നിവാരണത്തിനും പരിണാമത്തിനും എടുത്ത ഒരു കാലഘട്ടമാണ്. ഇനിയും നമുക്ക് ഈ പറയുന്ന പോലെ ഗുരു ആവശ്യപ്പെട്ടതുപോലുള്ള ഗൃഹസ്ഥാശ്രമികളെയും ബ്രഹ്മചാരികളെയും സന്യാസികന്മാരെയും എല്ലാവരെയും ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് ഈ രീതിയിൽ ഗുരുമാർഗത്തിൽ അധിഷ്ഠിതമായി മെച്ചപ്പെടുത്തിയ ഒരു പുതിയ തലമുറയിലേക്ക് പോകുമ്പോൾ ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗുരുവിൻ്റെ പ്രാധാന്യം എല്ലാ ബൈലോയ്ക്കും തുല്യമായി കാണാവുന്ന ഈ ആശ്രമോദ്ദേശം എന്ന പുസ്തകത്തിൽ ഗുരു എപ്പോഴും പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് ഗുരു ശരീരത്തിലുള്ളപ്പോഴേ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ മാസികകളിലും എല്ലാ കാര്യത്തിലും ആശ്രമോദ്ദേശം എന്ന് പറഞ്ഞ് ഈ വാചകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു അടുത്ത ഗുരുവിനെ പറഞ്ഞുകൂടാ എന്നുള്ള ഒരു വിഷയമുണ്ട്. ആധ്യാത്മികമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത ഗുരുവിനെ ഗുരു പറഞ്ഞുകൂടാ. അത് ശിഷ്യ സമൂഹം തിരിച്ചറിയണം, അല്ലെങ്കിൽ ഈ ഗുരു പ്രവർത്തിച്ച് മുന്നിൽ വരണമെന്നാണ്. കാരണം ഗുരുവിനെ പറഞ്ഞാൽ ഗുരു വരില്ല. ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഗുരു എന്ന് പറയുന്ന ഒരു ജീവ ചൈതന്യത്തിൻ്റെ ഒരു ആത്മസുഹൃതമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. ആ പ്രകൃതിയുടെ ആ ശക്തി വിശേഷം ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിലൂടെ ഗുരുവായിട്ട് മുളച്ച് പൊട്ടി അത് വരണമെങ്കിൽ അതിനെ പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഒരു സൂചനയെങ്കിലും ആർക്കെങ്കിലും തന്ന് അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ, ആ സീക്രട്ട് വെളിപ്പെട്ടാൽ ഒരു ഗുരു അവിടെ സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിനെക്കുറിച്ച് ഗുരുവിന് തന്നെ പറഞ്ഞുകൂടാ. എന്നാൽ അതുകൊണ്ടാണ് ഗുരു ഈ കാര്യം ഏറ്റെടുത്ത് പറയാതിരുന്നത്. ഇത് ആധ്യാത്മിക രംഗത്തുള്ള ഏറ്റവും ഗഹന ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാക്കൂ. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ശിഷ്യനെ കുറിച്ച് ഗുരുവിന് പറഞ്ഞുകൂടാ എന്നുള്ളത് ഗുരു തന്നെ പല സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആശ്രമോദ്ദേശത്തിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അത് ശിഷ്യ പരമ്പരയ്ക്ക് അത് വെളിവാകുന്നതാണ്, അനുഭവ സ്വഭാവത്തിൽ അത് തിരിച്ചറിയുന്നതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ ഗുരു മുന്നിൽ വന്ന് പ്രവർത്തിച്ച് അനുഭവവേദ്യമായി എല്ലാവരും അത് തിരിച്ചറിയേണ്ട ഒരു രഹസ്യമാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു സൊസൈറ്റിയിൽ ഈ ഭരണരംഗത്തിൻ്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ ഭരണരംഗം പോലുള്ള കാര്യത്തിന് ഒരു ആശ്രമ സ്വഭാവത്തിൽ എത്രമാത്രം വാലിഡിറ്റി ഉണ്ട്, ആധ്യാത്മിക പുരോഗതിക്ക് എത്രമാത്രം വാലിഡിറ്റി ഉണ്ട്, ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സൊസൈറ്റിയിലാണ് ഈ കാര്യങ്ങൾ, വളരെ മെച്ചുറായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഈ കാര്യങ്ങൾ പൂർണ്ണമായ തോതിൽ നടപ്പാകുന്നത്. അപ്പോൾ ഗുരു സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും നടപ്പാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ബൈലോയെ കുറിച്ച് നടക്കുന്ന ആ ചർച്ചയിൽ ഗുരു തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഇവര് രണ്ടുപേരും ഇങ്ങനെ ഭരിച്ച് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്, അപ്പൊ ഞാൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഗുരുവിന് ഇങ്ങനെ 4 പേരെ അന്നേ ഗുരുവിന് ചെയ്തുകൂടായിരുന്നു, അങ്ങനെ വെക്കായിരുന്നല്ലോ. അപ്പം ഇത് പിൽക്കാലത്തേക്ക്, എൻ്റെ പിറ്റേ കാലത്തേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനകത്ത്. മാത്രമല്ല ഈ വെക്കുന്ന 4 പേര് അത് ആനുപാതികമായിട്ട് എണ്ണം കൂടി വരും. പക്ഷെ അപ്പോൾ അവരെല്ലാം, അതിൽ പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെയൊന്നും പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് അവസാനം ശിഷ്യന്മാർ ചോദിച്ചു വരുന്നുണ്ട്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണമെന്ന് ഗുരു എടുത്തു പറയും. ഈ 4 പേരും ഒരു അഭിപ്രായമായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു, അപ്പൊ അതെങ്ങനെ ഈ 4 പേർക്ക് ഒരു അഭിപ്രായം വരും? അപ്പോഴാണ് ഗുരു പറയുന്നത്, അത് ഗുരുവാക്ക് അനുസരിച്ച് പോകണം, ഗുരുവാക്കിന് അപ്പുറം തെറ്റിക്കാനേ പാടില്ല. അതിൽ ഒരാളെങ്കിലും ആ വാക്കിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെ അപ്പോഴേ മാറ്റിക്കോളാം. അങ്ങനെയാണ് ഗുരു പറയുന്നത്. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഗുരു ഉണ്ടാവും ഇവിടെ എല്ലാ കാലത്തും എന്നുള്ളതിന് തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ബൈലോയെ കുറിച്ചുള്ള ഗുരുവിന്റെ ആ ഒരു ചർച്ച. കൂടാതെ ഇപ്പം അതിനകത്ത് ഇവർ രണ്ടുപേരും ഞാനിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഭരിച്ച് തെറ്റിച്ചിരിക്കുന്നു, അതിനുശേഷം ഇതെല്ലാം എൻ്റെ മേലല്ലേ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭരിക്കുന്നതിൻ്റെ കുറവെല്ലാം ഗുരുവിൻ്റെ മേലാണ് വരുന്നത്. പക്ഷേ ഈ ഭരിക്കുന്ന രംഗത്തുള്ള മനുഷ്യരുടെ കുറവുകളാണ് ഇതെല്ലാം. അത് അന്നത്തെ കാലത്തും അങ്ങനെയാണ്, ഇന്നത്തെ കാലത്തും അങ്ങനെയാണ്. ഇനി അന്നത്തെ കാലത്ത് ഗുരു പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിന് യോജിപ്പ് വരാതെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഗുരു പലപ്പോഴും ഇറങ്ങിപ്പോയിട്ടുണ്ട് പല സാഹചര്യത്തിലും. അത് ഗുരുവിനെ സംബന്ധിച്ച് ഒരു പുരുഷൻ്റെ സ്വഭാവത്തിലായതുകൊണ്ട് അത് ഇറങ്ങിപ്പോയിട്ട് ഗുരു തിരിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ശിഷ്യബുദ്ധിയെ സംബന്ധിച്ച് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. പലപ്പോഴും ഗുരു അകത്തേക്കാണ് പോകുന്നത്.
അപ്പോൾ ഗുരു അകത്തേക്ക് പോയി പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കാരണം നമ്മുടെ ഭരണഭാഗത്തൊക്കെ ഉള്ള ചില പാളിച്ചകളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആയാലും ഭരണഭാഗത്തൊക്കെ ഉള്ള പാളിച്ചകളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കണം. അതാണ് പറയുന്നത്, അപ്പോൾ ഗുരുവാക്കനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ ഗുരുവാക്കനുസരിച്ച് പ്രവർത്തിക്കാതെ വന്നാൽ ഗുരു ഉൾവലിയും. ഗുരു അങ്ങനെയാണ്. എക്കാലവും ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ പറയുന്നത് പോലെ നിന്നാൽ, ഇപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഗുരുവിന്. ഇപ്പം ദൈവം എന്ന് പറയുന്ന ആ ശക്തി ദൈവികമായിട്ട് ഹാർമോണിയസ് ആയിട്ട് ഈ പ്രപഞ്ചം പരിണമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രപഞ്ചം ഏറ്റവും നല്ല ഒരു അവസ്ഥയിലായിരിക്കും. എന്നാൽ ദൈവികതയെ തിരസ്കരിക്കുന്ന രീതിയിലേക്ക് ഈ പ്രകൃതി പരിണമിച്ചാൽ ദൈവം മാറി നിന്നുകളയും. അങ്ങനെ ദൈവം മാറി നിന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഗുരു തിരുത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവികത എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ട് മാറി നിന്നുകളയും. ഇതേപോലെ തന്നെ ഗുരുക്കന്മാർ മാറി നിന്നുകളയും. ശിഷ്യ സമൂഹം പ്രവർത്തിക്കുന്നെങ്കിൽ ഗുരു വിചാരിക്കും അത് പ്രകൃതിയുടെ രീതിയിൽ പ്രവർത്തിച്ച് അവരായിട്ട് വീഴുന്ന ഒരു അവസരം വരും. അപ്പോൾ ഗുരു മാറിക്കളയും. അപ്പോൾ ഗുരുവിനെയും കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇത് ഗുരുവിൻ്റേതായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ നടത്താൻ ശിഷ്യ സമൂഹം ബാധ്യസ്ഥരാണ്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ ഗുരു ഈ പ്രസ്ഥാനത്തെ വിഭാവനം ചെയ്തപ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ടും അത് ഔട്ട്സൈഡിൽ പ്രചരിപ്പിക്കുമ്പോഴും ഇൻസൈഡിൽ ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ സുഖദുഃഖങ്ങളും എല്ലാവരുടെ ഒത്തുചേരലും എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്ഥാപനങ്ങളും ഇതെല്ലാമായിട്ട് ഗുരുവിൻ്റെ ഒരു വിഷ്വലൈസേഷൻ, ഒരുപാട് ചെറുപ്പക്കാരും കുട്ടികളും അവരെ വളരാനുള്ള ഹോസ്റ്റലുകളും സന്യാസി മഠങ്ങളും സന്യാസിമാർക്കും എല്ലാവർക്കും പ്രവർത്തിക്കാനും വളരാനും വികസിക്കാനും എല്ലാം ഉള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഗുരു വിഭാവനം ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനം ആ സ്വഭാവത്തിലേക്ക് തിരിച്ചിതെല്ലാം കൊണ്ടുവരാനും ഇപ്പോൾ നമ്മുടെ പരമ്പരയെ സംബന്ധിച്ച് ഏകം സത്യമായ ദൈവത്തിൻ്റെ പരമ്പരയായിട്ടാണ് ഗുരു ഇതിനെ വിഭാവനം ചെയ്തത്. അപ്പോൾ അവിടെ ഗുരു സ്വന്തം ഫോട്ടോയ്ക്കും സ്വന്തം വ്യക്തിത്വത്തിന് പോലും ഗുരു സ്വയം പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്നാൽ അത് എന്തുകൊണ്ടാണ്? ആ ദൈവം എന്ന് മാത്രമാണ് എപ്പോഴും ഗുരു സംസാരിക്കുന്നത്. എന്നാൽ ഈ ദൈവത്തിന് ഒരു ഗുരു സ്വരൂപത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു വഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഗുരു ഒരു ദൈവത്തിനെ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് തന്നത്. ഗുരുശിഷ്യ ബന്ധത്തിൽ ഈ ഗുരു സ്വരൂപത്തിലൂടെ മാത്രമേ ആ ദൈവത്തിനെ ഈ ശിഷ്യ പരമ്പരയ്ക്ക് സാക്ഷാത്കരിക്കാനുള്ള വഴിയുള്ളൂ എന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഗുരു ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമുക്ക് നിന്നതെന്ന്. അല്ലെങ്കിൽ ഗുരു സ്വന്തം വ്യക്തിത്വത്തിന് പോലും പ്രാധാന്യം കൊടുക്കാതെ ഈ പരമ്പരയുടെ ഭാഗമായിട്ടാണ് നമുക്ക് മാതൃക എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ഫോട്ടോ പോലും നമ്മൾ അത്ര പവിത്രമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അവിടെ പോലും ഗുരുവിൻ്റെ ഫോട്ടോയെ ഒന്നും ഗുരു പ്രചരിപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല. ശിഷ്യപൂജയാവട്ടെ അങ്ങനെ ഒന്നും അനുവദിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി അല്ല സംസാരിക്കുന്നത്. ഞാൻ ഗുരുവിൻ്റെ ഈ ആശയത്തിൻ്റെ, ഈ സത്യത്തിൻ്റെ, ഈ ധർമ്മത്തിൻ്റെ, ഈ പരമ്പരയുടെ ഒരു നന്മയെ കരുതിയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയവർക്കും ഇത് അറിയാം, ഇത് കേൾക്കുന്നവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും എന്നെ എങ്ങനെയെങ്കിലും ഒതുക്കാനും എന്നെ നശിപ്പിക്കാനും എന്നെക്കുറിച്ച് മോശമായ കഥകൾ പറയാനും കുപ്രചരണങ്ങൾ നടത്താനും ഒക്കെ ഈ പ്ലാൻ ചെയ്യുമ്പോൾ അത് ആലോചിച്ചോളണം. അപ്പോൾ ഇതിനൊക്കെയുള്ള എന്ത് തരം ശിക്ഷയാണ് അല്ലെങ്കിൽ ദൈവം ഇതിനെല്ലാം വിധിച്ചേക്കുന്നതെന്ന് ഇവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും അത് ആലോചിച്ചോളണം. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ നിന്ന് ഒരു കുതന്ത്രവും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇത് ഗുരുവിൻ്റെ ആശയമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ അറിയാതെ പ്രവർത്തിച്ചപ്പോൾ അത് ഗുരു ക്ഷമിക്കും. പക്ഷേ ഇത് അറിഞ്ഞിട്ട് ഇതിന് തിരുത്ത് വരുത്തേണ്ട സമയത്ത് ഇതിന് ഉചിതമായ തിരുത്ത് വരുത്തിക്കൊള്ളണം. ഈ വ്യക്തി പറയുന്നു ശിഷ്യപൂജിതയുടെ എന്തോ സംഭാഷണമൊക്കെ പുള്ളി ഇനി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാൻ പോകണം പണ്ടത്തെ. അപ്പം ഞാൻ പറയുന്നു ശിഷ്യപൂജിത എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇല്ലല്ലോ. അന്നത്തെ പഴയ അമൃതാജ്ഞാന തപസ്വിനി എന്ന് പറയുന്ന സന്യാസി ഇല്ലല്ലോ. അത് മരിച്ചിട്ടാണല്ലോ പുതിയ ഒരു ജന്മം ഉണ്ടാകുന്നത്. ആധ്യാത്മിക രംഗത്ത് സമാധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സുമായി ബന്ധപ്പെട്ട സകലതും മരിച്ച് നിശ്ചലമാകുമ്പോൾ സത്യത്തിൻ്റെ ഒരു ബോധം. അപ്പോൾ അത് തിരിച്ചു വരുന്നവർക്ക് വീണ്ടും സമാധി നഷ്ടപ്പെട്ട് താഴേക്ക് വരുന്നവർക്ക് വീണ്ടും വ്യക്തിബോധം ഉണ്ടെങ്കിൽ ഈ നിർവികൽപ്പമായി ഈ സമാധി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനിൽ ഈ പറയുന്ന അവൻ്റെ പഴയ വ്യക്തിബോധം അവനിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അവൻ പിന്നെ നിർവികൽപ്പമായി നമ്മളെ സംബന്ധിച്ച് ഗുരുബോധത്തിൽ ലയിച്ച ആത്മാനാത്മനിവേദിതം എന്ന സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ഭക്തന് ഗുരുവിൽ വരും പരമൈക്യം എന്നുള്ള സ്വഭാവത്തിൽ ഗുരുബോധത്തിൽ ലയിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ആശ്രമത്തിൻ്റെ സങ്കല്പം. അപ്പോൾ അങ്ങനെ ഗുരുബോധത്തിൽ ലയിച്ച് തൻ്റെ സമാധി സ്വഭാവത്തിലുള്ള എല്ലാ വ്യക്തിത്വത്തിൻ്റെയും പരിണാമം സംഭവിച്ച് ആ വ്യക്തിക്ക് താനെന്ന് പറയുന്ന ഭാവമേ ഇല്ലാതെ ആ ഗുരുബോധത്തിൽ ലയിച്ച് നിൽക്കുന്ന വ്യക്തിയേക്ക് ആ വ്യക്തിയുടെ പഴയ ചരിത്രം എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അറിവോ അന്ന് പറഞ്ഞ എന്ത് കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യം ആ വ്യക്തി ഇനി ഇല്ല.
ഇത് ഇത് ആധ്യാത്മികമായി പരിണമിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. ഇതേപോലുള്ള പരിണാമം കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാകുമ്പോൾ ഇനി പഴയ വ്യക്തിയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പഴയ വ്യക്തി എത്രത്തോളം സംശുദ്ധമായിട്ടാണ് ജീവിച്ചതെന്ന് ഈ പരമ്പരയിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഇനി ആ വ്യക്തിയുടെ ശരിയും തെറ്റും അറിവും എന്ത് കാര്യം പറഞ്ഞിട്ടും ആ വ്യക്തി ഇനി ഇല്ല. പിന്നെ എവർ ആരോപിക്കുന്നത് പോലെ ഇതൊക്കെ എന്തോ സുഖ സൗകര്യമാണ്, ഇതൊക്കെ എന്തോ ആനന്ദമാണ്. എന്ത് സുഖം? ഇത്രയും ബുദ്ധിമുട്ടി ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ജീവൻ കൊണ്ടും ഇഞ്ചിഞ്ചായി പെടഞ്ഞുകൊണ്ട് ഈ ഗുരുദർശനം ഇതെല്ലാം അനുഭവിക്കുന്നതുകൊണ്ട് എന്ത് സുഖം? അപ്പം ഇതൊക്കെ വ്യക്തിഗതമായ പേഴ്സണൽ മൈൻഡിലിരുന്ന് അവനവൻ്റെ മനസ്സ് വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ ഉള്ള മിസ്റ്റേക്കുകളാണ്. അപ്പം ഇതൊരു സുഖിക്കാനുള്ള കാര്യമല്ല, ഇത് ഒരു ത്യാഗത്തിൻ്റെ വശമാണ്. തൻ്റെ ഗുരുവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഈ സത്യത്തെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. അല്ലാതെ ഇത് എന്തെങ്കിലും സുഖിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. അപ്പം ഇതൊക്കെ അവരവരുടെ മനസ്സ് വെച്ച് വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ്. അപ്പം ദയവ് ഇത് നമ്മൾ അകത്തുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും ഈ സത്യത്തിൻ്റെ, ഈ ഗുരുമാർഗത്തിൻ്റെ ഈ പരിണാമം മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് കഴിയണം. അപ്പോൾ ചില വിമർശനങ്ങൾ പറയാതെ തരമില്ലാത്ത ചില സാഹചര്യത്തിലാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സില്ലാ മനസ്സോടെ വിമർശിച്ചു പോകുന്നത്. പിന്നെ ശ്രീയുടെ അമ്മയുടെ സഹോദരൻ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഗുരുവിനെ പർണശാലയിൽ വെച്ച് അടിച്ചു എന്ന് ഈ ചന്ദ്രബാബു കഴിഞ്ഞ വീഡിയോയിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ശ്രീക്ക് പറയാനുള്ളത്? ഇപ്പം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പുള്ളി വളച്ചൊടിച്ച് ഒരു സ്വന്തമായ ഒരു കഥയങ്ങ് വിശദീകരിക്കും. ഇതാണ് പുള്ളിയുടെ ഒരു പ്രവർത്തനം. ഇപ്പോൾ ഇതിൽ കുറച്ച് കാര്യമുണ്ട്. പക്ഷേ വളരെ വിഷമകരമായ, വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കാര്യം നടക്കുന്ന 1969 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അന്ന് ഗുരു ഒരു സ്വാമി എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇദ്ദേഹം നടന്നു പോകുമ്പോൾ, ആശ്രമത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആവേശം അത് ആവേശിച്ചു. അദ്ദേഹത്തിലേക്ക് ശ്രീനാരായണ ഗുരു ആവേശിച്ചതുപോലുള്ള ഒരു അനുഭവം പുള്ളിക്ക് വരികയും പുള്ളിക്ക് ഗുരുവിൻ്റെ തലയിൽ ഇങ്ങനെ തൊട്ട് അനുഗ്രഹിക്കണം എന്നുള്ളൊരു അറിയിപ്പ് കൊടുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് എന്തോ ഭ്രാന്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം. പക്ഷേ ഇദ്ദേഹം ഗുരുവിനെ പർണശാലയിൽ ചെന്ന് കാണുമ്പോൾ ഗുരുവിൻ്റെ തലയിൽ ഇങ്ങനെ തൊടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഗുരു സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗുരു സമ്മതിക്കാതെ വന്നപ്പോൾ ബലപ്രയോഗിച്ച് ഇദ്ദേഹം ഗുരുവിൻ്റെ തലയിൽ തൊടാൻ ശ്രമിക്കുന്നതും ഇത് കണ്ടിട്ട് അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഗുരുവിനെ കതവടച്ചതിന് ശേഷം ഇദ്ദേഹത്തെ പുറത്തിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ആ മർദ്ദിക്കുന്ന സമയത്തും ഗുരു അകത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അവന് സുഖമില്ലാത്തതുകൊണ്ടാണ്, അവൻ ഒന്നും ചെയ്തില്ല, അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് ഗുരു ഇങ്ങനെ വിളിക്കുന്നതായിട്ടും ആണ് ഈ സംഭവം. അപ്പോൾ ഇത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. പക്ഷേ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെല്ലാം നമ്മുടെ തലയിൽ ഉത്തരവാദിത്വം പോലെ, അല്ലെങ്കിൽ നമ്മളെ കരിവാരി തേക്കാനൊക്കെയാണ് പുള്ളി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ പിൽക്കാലത്ത് ഞാനും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് ഗുരു സംസാരിക്കുകയാണ്. 96 മറ്റോ അമ്മയോട് ഗുരു സംസാരിക്കുന്നത്, നിന്റെ വീട്ടിൽ 8 മക്കളുണ്ട്, 8 പേരും നല്ലതാണ്, അതിലേറ്റവും നല്ലത് ബാലചന്ദ്രൻ. പക്ഷേ പോയില്ലേ, അവനെ നിന്റെ അച്ഛനാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്, നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പോലും എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയി, പക്ഷേ അവരെ 8 പേരെ ഞാൻ രക്ഷിക്കും എന്ന് ഗുരു പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. അപ്പം ഇതിൽ എന്നെയും കൂടെ നാറ്റിക്കാൻ നോക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പോലെ രക്തബന്ധത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഗുരുവിൻ്റെ അടുത്ത് വന്നാൽ, പൂർണ്ണനായ ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ കർമ്മദോഷങ്ങളും പോയി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അമ്മ ഗുരുവിൻ്റെ ശിഷ്യയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഗുരുവിനെ ശിഷ്യത്വം സ്വീകരിച്ച ഒരു ശിഷ്യയായിരുന്നു. ആ അമ്മയുടെ വിവാഹം തീരുമാനിച്ചത് ഗുരുവാണ്. എൻ്റെ അച്ഛനും അമ്മയും വന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിക്കും മുമ്പ് ഒരു ജീവൻ്റെ അവസ്ഥ എന്താണെന്നും, അല്ലെങ്കിൽ ഈ ജീവൻ തൻ്റെ ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് എങ്ങനെ കഴിഞ്ഞുകൂടുന്നു, എങ്ങനെ നിലകൊള്ളുന്നു എന്നെല്ലാം എനിക്ക് ഗുരു കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് ഗുരുവാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്നെ ഏതെങ്കിലും കുടുംബത്തിൻ്റെ ഭാഗമായി രക്തബന്ധത്തിൽ കെട്ടി അപമാനിക്കാമെന്ന് ഇദ്ദേഹവും ആരും വിചാരിക്കേണ്ട. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് ഗുരുവാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ കൂടെ ചേരുന്നവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ കുടുംബദോഷങ്ങളും, എല്ലാ കർമ്മദോഷങ്ങളും, എല്ലാ കാര്യങ്ങളും അത് ഗുരു രക്ഷിക്കും. ഗുരു അവരെ അതിൽ നിന്ന് മോചിതരാക്കും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കടന്നാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എല്ലാം കളഞ്ഞിട്ട്, എൻ്റെ വീടും കുടുംബവും എല്ലാം കളഞ്ഞ് സ്വയം സന്യാസം സ്വീകരിച്ച് ആശ്രമത്തിൽ വന്ന് താമസിച്ച വ്യക്തിയാണ്. അപ്പോൾ ശിഷ്യഭൂതയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നിൻ്റെ അമ്മയെ നോക്കാൻ
സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ശിഷ്യപൂജിത. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ സ്വയം എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയ വ്യക്തിയാണ്. കൂടാതെ ഒരു ഗുരു എനിക്ക് ആത്മബോധം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആത്മബോധത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ആത്മബോധത്തിന് പരമബോധമായിട്ടുള്ള തൻ്റെ ഗുരുവുമായിട്ട് മാത്രമാണ് ബന്ധം. അല്ലാതെ ഈ ശരീര മനസ്സുകളുമായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ഞാൻ ബന്ധമില്ല. എന്നാൽ എൻ്റെ കർത്തവ്യം എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെടും. എൻ്റെ ധർമ്മം എന്ന രീതിയിൽ എൻ്റെ പിതൃസ്വഭാവത്തിൽ അച്ഛൻ്റെ വഴിയിലും അമ്മ വഴിയിലുമുള്ള എല്ലാ പിതൃക്കൾക്കും എല്ലാ വ്യക്തികൾക്കും എന്തിന് ഈ ലോകത്തിനും ഈ ആശ്രമത്തിനും സമസ്ത ചരാചരങ്ങൾക്കും നന്മ വരണം എന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ നന്മയും കിട്ടണമെന്ന രീതിയിൽ ഞാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് ഒതുക്കാമെന്ന് ആരും കരുതണ്ട. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും മാത്രം നോക്കിയാൽ മതി. എൻ്റെ ദർശനമോ എൻ്റെ അനുഭവങ്ങളോ എൻ്റെ ആത്മീയതയോ ഒരു ഭ്രാന്തും ഒരു കാര്യവും ഞാൻ പിന്തുടരാൻ ആരോടും പറയുന്നില്ല. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ലോജിക്കലായിട്ടുണ്ടോ അതെടുത്താൽ മതി. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വളരെ ക്ലാരിറ്റിയുള്ള വളരെ വ്യക്തതയുള്ള മനസ്സിൻ്റെ സകല സങ്കുചിതത്വങ്ങളും സ്വാർത്ഥതകളും കള്ളത്തരങ്ങളും കാപട്യങ്ങളും ലക്ഷ്യങ്ങളും കുതന്ത്രങ്ങളും എല്ലാത്തിനും ഫ്രീ ആയിട്ടുള്ളൊരു അവബോധത്തിൽ തനിക്ക് എങ്ങനെ തൻ്റെ ഗുരുവിനെ പ്രാർത്ഥിക്കാം, എങ്ങനെ ഭക്തിയോടെ മുന്നേറാം, എങ്ങനെ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാം, എങ്ങനെ ആ വീടിനും നാടിനും ലോകത്തിനും നന്മയുണ്ടാക്കാം, ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആ ക്ലാരിറ്റിയെക്കുറിച്ച് മാത്രം എടുത്താൽ മതി. അല്ലാതെ എൻ്റെ വീടിനോ എൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ എൻ്റെ ബലഹീനതകളോ എൻ്റെ ദോഷങ്ങളോ എൻ്റെ കുറവുകളോ എൻ്റെ കർമ്മങ്ങളോ എൻ്റെ ജീവിത അനുഭവങ്ങളോ ഒന്നും ആരും എടുത്തു പൊക്കിക്കൊണ്ട് വരണ്ട. ഞാൻ പറയുന്നതിലുള്ള വ്യക്തമായ കാര്യങ്ങളിൽ ശരിയോ തെറ്റോ ഉണ്ടോ അത് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ പറയണമെന്നുള്ളവർ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങളും ആധ്യാത്മിക വളർച്ചയിൽ നമ്മുടെ ജീവനെ എങ്ങനെ സ്വതന്ത്രമാക്കണം. ഇപ്പോൾ എന്നോട് ഒരമ്മ സംസാരിച്ചു, ഞാൻ സംസാരിച്ചപ്പോൾ ആരാധനാലയത്തിൽ വെച്ച് എന്നോട് ഒരു അമ്മ സംസാരിച്ചു. അതായത് മോനെ ധൈര്യമായിട്ട് സംസാരിക്കൂ, കൂടിപ്പോയാൽ മരിക്കും, അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഒരു അമ്മ ചോദിച്ചു. അപ്പോൾ അത് ഗുരു സംസാരിച്ചതായിട്ട് ഞാൻ എടുക്കുന്നു. അപ്പോൾ കാര്യം ആരാധനാലയത്തിൽ വെച്ചാണ് സംസാരിച്ചത്. അപ്പോൾ കൂടിപ്പോയാൽ മരിക്കും, അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ. ജനന മരണങ്ങൾക്ക് അപ്പുറമായ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ, ഈ മൃത്യുവിനും എല്ലാത്തിനും അപ്പുറമായ അമൃതം ഗമയ എന്ന് പറയുന്ന സത്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പാത സ്വീകരിച്ചിരിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ആ മൃത്യുവിലും അല്ലെങ്കിൽ എല്ലാ അമൃതത്വത്തിലേക്കും നമ്മളെ നയിക്കുന്ന ആ സത്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറാൻ നമുക്ക് ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.